ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പോൾ ഇരുമ്പാമ്പുളിയുടെ സീസണാണ്. ഇതാ നോക്ക്, നിറയെ തുരുത്തുരാന്നുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇരുമ്പാമ്പുളി വെച്ചിട്ട് ജ്യൂസും ചമ്മന്തിയും അച്ചാറും പിന്നെ പല കറികളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഇരുമ്പാമ്പുളി കഴിക്കാനല്ല ഉണ്ടാക്കണേ. പകരം നമ്മുടെ ഇരുമ്പാമ്പുളിനെ ഒരു ക്ലീനിങ് ലിക്വിഡ് ആയിട്ട് മാറ്റാൻ പോവാണ്. ഇതിന് നമുക്ക് വലിയ ചെലവൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇരുമ്പാമ്പുളി പൊട്ടിക്കാം. ഇത് നിറയെ തിങ്ങി നിൽക്കുന്ന കാരണം നമുക്ക് മരത്തിൽ നിന്ന് തന്നെ പൊട്ടിക്കാം. പച്ചയായാലും പഴുത്തതായാലും ഒക്കെ പൊട്ടിക്കാം. പിന്നെ ഇത് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ താഴെന്ന് അധികം കേടുകൂടാത്തതൊക്കെ പറക്കിയെടുക്കാം. ചീത്തയായതും ചീഞ്ഞതൊക്കെ നമുക്ക് മാറ്റി ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ അതേ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കേടായതൊക്കെ മാറ്റിയിട്ട് അത് കഴുകിയെടുക്കുക. അതിനുശേഷം അത് കുക്കറിലേക്ക് ഇടുക. ഇത് വേവിക്കാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഉണ്ടാക്കാം. പക്ഷെ അത് കുറേ കാലം ഇരിക്കില്ല. കുറച്ച് നാളത്തേക്ക് ആണെങ്കിൽ നമുക്ക് വേവിക്കാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇരുമ്പുളി പരിപ്പും ഇരുമ്പുളിയും കറി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇതിന്റെ കൂടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുള്ള അതിന്റെ തൊണ്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് ഉണങ്ങിയ നാരങ്ങയൊക്കെ എടുത്തിട്ട് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അടുത്തത് 4-5 സ്പൂൺ കല്ലുപ്പ് ചേർക്കുക. കല്ലുപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർക്കുക. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിച്ച് ബാക്കി വരുന്ന ചെറിയ സോപ്പിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കോംപ്ലിമെന്ററി സോപ്പിന്റെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിൽ ചേർക്കാം. സോപ്പ് എന്തായാലും ഒരു നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നല്ല മണവും പതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കണേ. പിന്നെ ഇതൊക്കെ ചുമ കളയുന്നേക്കാൾ നല്ലത് ഇങ്ങനെ യൂസ് ചെയ്യാണ്. ഇതില്ലെങ്കിൽ വാഷിംഗ് പൗഡർ, വാഷിംഗ് ലിക്വിഡ്, ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ഹാൻഡ് വാഷ്, ഇതിലേതെങ്കിലും ഒരെണ്ണം 1-2 സ്പൂൺ ചേർക്കുക. അടുത്തത് 1 ഗ്ലാസ് സാധാരണ വെള്ളം ചേർക്കുക. കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇരുമ്പുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് 1-2 വിസിൽ വരണ വരെ വേവിക്കുക. ഞാൻ 2 വിസിലിന് ശേഷമാണ് ഓഫ് ചെയ്തത്. അതിനുശേഷം ആവിയൊക്കെ പോയി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തല്ലോ, പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. ഇനി ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ പുറത്തുനിന്ന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചോളോ. കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ മിക്സി ഓൺ ചെയ്താൽ ഇതൊക്കെ തെറിച്ച് പോവും. അത് കാരണം കുറച്ച് വെള്ളം എടുത്തിട്ട് അടിച്ചെടുക്കുക. ഇങ്ങനെ അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയും നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് അരച്ചതിന് ശേഷം നല്ലോണം അരിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ലിക്വിഡ് നമുക്ക് കിട്ടുക. അതിലത്തെ ആ ലിക്വിഡ് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ പെട്ടെന്ന് അരിച്ച് കിട്ടും. പിന്നെ അതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും ഇതിലേക്ക് തന്നെ അരിച്ച് ചേർത്തോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 to 1/2 കപ്പ് വിനീഗർ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുന്ന നേരത്തെ ഇത് നിറയെ പതിഞ്ഞ് പൊന്തി വരും. അപ്പോൾ അത് കാരണം വലിയ പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. അതാണ് ഞാൻ വലിയ കുക്കർ തന്നെ എടുക്കാനുള്ള കാരണം. നിങ്ങൾ നേരത്തെ സോപ്പൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് 1-2 സ്പൂൺ വാഷിംഗ് ലിക്വിഡ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ലിക്വിഡിന് നല്ല മണവും പതയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി സോപ്പ് ചേർത്ത കാരണം അതൊന്നും ചേർക്കണില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് റെഡിയാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ ഇത് വേവിച്ച് അരിച്ചെടുത്തേക്കുന്ന കാരണം കുറേ കാലം സൂക്ഷിക്കാം. ഇത് വാഷ് ബേസിനും ക്ലോസറ്റും സിങ്കും ഒക്കെ കഴുകാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇത് കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യാം. എനിക്കിത് 1 ലിറ്ററിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് കിട്ടിയേക്കണേ. ചെറിയ കുപ്പി ഇല്ലാത്ത കാരണമാണ് ബാക്കിയുള്ളത് ഇതേപോലത്തെ വലിയ കുപ്പിയിൽ നിറച്ചത്. എന്നാൽ വലിയ കുപ്പിയിൽ ഫുള്ളായിട്ട് കയറുന്നില്ല. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. സാധാരണ വാഷ് ബേസിൻ, സിങ്ക്, ക്ലോസറ്റ്, ടൈൽസ് ഇതിനൊക്കെയാണ് കൂടുതൽ കറിയും പാടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഈ ലിക്വിഡ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കഴുകി കളയുക. അപ്പോൾ നമ്മുടെ ടൈൽസും ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും. ഇത് നല്ല പവർഫുൾ ലിക്വിഡാണ്. അപ്പോൾ ഇനി മുതൽ ഇരുമ്പുളിയൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയാണ്ട് ഇതേപോലത്തെ ക്ലീനിങ് ലിക്വിഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുക. ഇത് പാത്രങ്ങൾ കഴുകാനും യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും കറിയിലെ 2 പാത്രങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. അതേപോലെ ഇരുമ്പുളി, പരിപ്പിൻ്റെ കൂടിയും കൈപ്പക്കയുടെ കൂടിയും മുട്ടയുടെ കൂടിയും ഒക്കെ കറികൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. പിന്നെ അതുകൂടാണ്ട് ഇരുമ്പുളി ഉണക്കി വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അത് മോർ ദൻ 10,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.